സദ്ഗുരു ശ്രീ ശരവണ ബാബജിയുടെ 46ാമത് ജന്മദിനത്തോടനുബന്ധിച്ച് പാലക്കാട് ശ്രീകൃഷ്ണപുരത്തെ ശരവണ ഭവ മണ്ഡപത്തിൽ നിർധനരായ ആളുകൾക്ക് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. 5000-ഓളം നിർധനർക്കാണ് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തത്. സ്വാമിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് അന്നദാനവും വിവിധ കലാപരിപാടികളും മഠത്തിൽ നടന്നു. സദ്ഗുരു ശ്രീ ശരവണ ബാബാജിയുടെ 46ാമത് ജന്മദിനം വിപുലമായാണ് ശ്രീകൃഷ്ണപുരത്തെ ശരവണാഭവ മഠത്തിൽ ആഘോഷിച്ചത്. വേദപാരായണത്തോടെയാണ് പരിപാടി ആരംഭിച്ചത്. തുടർന്ന് പൊതുപരിപാടി ബ്രഹ്മശ്രീ ശങ്കരനുണ്ണി നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. ഈശ്വര പ്രാർത്ഥന നമുക്ക് 2 തരത്തിൽ ചെയ്യാം. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ഇല്ലെങ്കിൽ ഞാൻ പോവാം. ഈശ്വരനെ എങ്ങനെ പ്രാർത്ഥിക്കാം? നമുക്ക് പ്രാർത്ഥിക്കാം, മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടും പ്രാർത്ഥിക്കാം. രണ്ടും പ്രാർത്ഥനയാണ്. നമ്മൾ സാധാരണ പറയാറില്ലേ, നിങ്ങൾക്കൊക്കെ അറിയണ ഒരു വാചകം തന്നെയാണ്, മാനവ സേവ മാധവ സേവ. ഈശ്വരനെ പ്രാർത്ഥിക്കുന്നതിന് തുല്യമാണ് ജനങ്ങളെ സേവിക്കുന്നത് എന്നാണ്. വേദനിക്കുന്നവനെ കൈവിടച്ചുയർത്തുക എന്നുള്ളത് ഈശ്വര സേവയാണ്. ഹിന്ദു ഐക്യവേദി ജില്ലാ അധ്യക്ഷൻ മധുസൂദനൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. നമുക്ക് നഷ്ടപ്പെട്ടുപോയ നമ്മളുടെ സംസ്കാരമുണ്ട്, ജീവിത രീതിയുണ്ട്. ആ ജീവിത രീതിയും ആ നഷ്ടപ്പെട്ടുപോയ സംസ്കാരത്തിനും പറയുന്ന പേരാണ് സനാതന ധർമ്മം. അത് വൈറസ് അല്ല, അത് കോളറയല്ല, അതൊരു ജീവിത ക്രമമാണ്. നമുക്ക് ശരവണ ബാബ ഒരു അവതാര പുരുഷനാകുന്നത് എപ്പോഴാണ്? അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ കാണുമ്പോഴാണ്. ആ കർമ്മങ്ങൾ എന്താണ്? സേവനമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സത്യം, നമ്മുടെ രാജ്യത്ത് പരമ്പരാഗതമായിട്ട് ആശ്രമങ്ങളും മഠങ്ങളും ഒക്കെയാണ് ഈ സമാജത്തെ കോർത്ത് ചേർത്ത് നിർത്തിയിരുന്ന പ്രസ്ഥാനങ്ങൾ. കേരളം വിടുമ്പോൾ അതിന്റെ മഹത്വം നമുക്ക് മനസ്സിലാവും. പക്ഷെ കേരളത്തിൽ മറ്റു ചില വൈദേശികമായ കാഴ്ചപ്പാടുകളും പ്രത്യയ ശാസ്ത്രങ്ങളും കടന്നു വന്നപ്പോൾ നമ്മളുടെ ജീവിതക്രമങ്ങൾ മാറി ഇതൊക്കെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. തുടർന്ന് 200 കാഴ്ചപരിമിതി നേരിടുന്ന വ്യക്തികൾ ഉൾപ്പെടെ 5000-ഓളം നിർധനരായ കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. ശേഷം അന്നദാനവും നടന്നു. സ്വാമിജിയുടെ മാതാവ്, ഹിന്ദു ഐക്യവേദി നേതാവ് PN ശ്രീരാമൻ, സാമൂഹ്യ പ്രവർത്തകൻ രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്ത പരിപാടിയിൽ സന്യാസി വര്യന്മാരെ ആദരിച്ചു. കൂടാതെ വിവിധ കലാപരിപാടികളും നടന്നു. ജനം, പാലക്കാട്.